നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. HMP വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ 2ഉം അഹമ്മദാബാദിൽ 1 കുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. HMP വൈറസ് നേരിടാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ. പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചതായും പ്രിൻസിപ്പൽ. PV അൻവർ MLA അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത രീതി അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. ഭീകരവാദിയോടെന്ന പോലെയാണ് പോലീസ് അൻവറിനോടും പെരുമാറിയതെന്നും MM ഹസൻ. എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ വേലിയേറ്റം രൂക്ഷം. പകർച്ചവ്യാധി ഭീതിയിൽ പ്രദേശവാസികൾ. വാടാനപ്പള്ളിയിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തുന്നതിനിടെ യുവാവ് പോലീസ് പിടിയിലായി. ആനവളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഫൈസലിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ചേലക്കര സ്വദേശികളായ സനൽ ബാബു, ഷിനോജ്, വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. കാട്ടൂരിൽ വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ വലക്കഴ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 73 വയസ്സുള്ള ആലീസാണ് മരിച്ചത്. തൃശൂർ ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 10-ന് തുടങ്ങും. തൃശൂർ രാംദാസ് തിയേറ്റർ, സെന്റ് തോമസ് കോളേജ്, ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ 15-ന് സമാപിക്കും. ചാലക്കുടി ആനമല റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നു മുതൽ 12 വരെയും 21 മുതൽ ഫെബ്രുവരി 5 വരെയും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ എമർജൻസി വാഹനങ്ങൾ ഒഴിച്ച് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. KSRTCയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സമയം നിയന്ത്രണമനുസരിച്ച് ക്രമീകരിക്കും. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. അയ്യപ്പസ്വാമിയുടെ മക്കളും കുടുംബാംഗങ്ങളും കാഴ്ചയ്ക്ക് നേതൃത്വം നൽകി. അഴീക്കോട് നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച 5ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം വൈകിട്ട് നടക്കും. അഴീക്കോട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ET ടൈസൺ MLA താക്കോൽ ദാനം നിർവഹിക്കും. ചാവക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നാളെ നടക്കും. ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ സദസ്സ് മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെയും കൊടകര എഴുത്തുപുരയും സംയുക്തമായി MT സുഗതകുമാരി അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ TV ഗോപി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് 9-ാം വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ജനകീയ ഒപ്പ് ശേഖരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് I പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി സമരം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരണീയം നടത്തി. ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് CI ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വെള്ളറക്കാട് നടന്ന കലോത്സവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയോരം ശുചീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കര യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ ഗോകുൽ, മുകേഷ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പറയെടുപ്പും പറവെപ്പും ആരംഭിച്ചു. ഇന്നു മുതൽ 22-ാം തീയതി വരെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പറയെടുപ്പ് നടക്കുന്നത്. ഗുരുവായൂർ കാർത്തിക് ജെ മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക അരങ്ങേറി.
തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി ഫാദർ പോൾസൺ പാലത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 10, 11, 12, 13 തീയതികളിലാണ് തിരുനാൾ. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തും വെങ്കിടങ്ങ് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി വിജ്ഞാനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടിയിൽ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിൽ നിന്നും വൈദ്യുതി വയറുകൾ മോഷണം പോയി. തേറുപറമ്പിൽ സുരേഷിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് വൈദ്യുതി വയർ വൻതോതിൽ മോഷ്ടിച്ചത്. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാർ ഇടിച്ച് പരിക്കേറ്റ 9 വയസ്സുകാരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിൽ നിന്നും എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിത്തിരുത്തി കുന്നുംകാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ പാർവണയെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയത്. കുട്ടനെല്ലൂരിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഹൈലൈറ്റ് മാൾ മൂലമുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും അന്തരീക്ഷ മലിനീകരണത്തിനുമെതിരെ കോൺഗ്രസ് കുട്ടനെല്ലൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കുട്ടനെല്ലൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എം സേതുമാധവൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിലെ തിരുനാളിന് ഫാദർ സാജൻ വടക്കൻ കൊടിയേറ്റി. ഈ മാസം 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. അഖില കേരള വീരശൈവ പൂച്ചട്ടി ശാഖ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് AK ചന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം നടപ്പുര ഗോപുര സമർപ്പണം ഈ മാസം 8-ന് നടക്കും. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പൂതിരി താന്ത്രിക സമർപ്പണം നിർവഹിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിനാഘോഷ കുടുംബ സംഗമം നടത്തി. സേവാദൾ സംസ്ഥാന സെക്രട്ടറി MP റീജ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് മേരീസ് LP സ്കൂളിന്റെ ശതാബ്ദി ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോയുടെ പ്രകാശനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലിയോ നിർവഹിച്ചു. മതിലകം തട്ടുങ്ങൽ സീമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി വിമുക്തി ഏകദിന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പുളിഞ്ചോട് മേപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുത്തൻപീടിക വാളമുക്ക് സ്വദേശി പള്ളത്തെ വീട്ടിൽ 30 വയസ്സുള്ള വിനീതാണ് മരിച്ചത്. ഡിസംബർ 25-നായിരുന്നു അപകടം. വടക്കാഞ്ചേരി അകമലയിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 65 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് റോഡരികിലെ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. ജനശ്രീ മിഷന്റെ തൃശൂർ ജില്ലാ വാർഷിക സമ്മേളനം ജനശ്രീ സുസ്ഥിര വികസന മിഷൻ സംസ്ഥാന ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ സ്വയം സഹായ സംഘവും കുടുംബ കൂട്ടായ്മയുമാണ് ജനശ്രീ സുസ്ഥിര വികസന മിഷൻ എന്ന് MM ഹസൻ. കടവല്ലൂർ കോട്ടോൽ പ്രദേശത്തെ കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധ സംഗമവും റാലിയും നടത്തി. പ്രതിഷേധ സംഗമം പരിസ്ഥിതി പ്രവർത്തകൻ ലിജിൽ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി തിരുവത്ര ദാമോദർജിയുടെ പേരിലുള്ള പുരസ്കാരം ഗാന്ധി മാർഗ പ്രവർത്തകൻ PV ഗംഗാധരന് സമ്മാനിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി K രമേഷ് ഭായ് പുരസ്കാരദാനം നിർവഹിച്ചു. മാള കടാങ്കുളത്തോട് ചേർന്നുള്ള വിശ്രമ കേന്ദ്രം കാട് കയറിയത് നീക്കം ചെയ്തു. TCB വാർത്തയെ തുടർന്നാണ് നടപടി. കൊടുങ്ങല്ലൂരിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ നടപ്പാതയുടെ കൈവരികളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.